പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ആ ഗ്രാമത്തിലെ ഒരു യുവാവായിരുന്നു ജുവാൻ. തൻ്റെ കലാലയ ജീവിതത്തിന് ശേഷം താൻ ആത്മീയ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തിയിരുന്നു. സഭയിൽ വളരെ ആത്മാർത്ഥതയോടെ കടന്നു പോവുകയും അവിടെയുള്ള എല്ലാ ആത്മീയ ഭൗതിക കാര്യങ്ങളിലും താൻ എല്ലാ കാര്യങ്ങളും താൻ ഇടപെട്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ജുവാൻ. ഒരു ദിവസം ഞായറാഴ്ച പാസ്റ്ററുടെ പ്രസംഗത്തിൽ പാസ്റ്റർ ഇപ്രകാരം പറഞ്ഞു: നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരു നിർമ്മാണ പ്രവൃത്തി ചെയ്യാനായിട്ട് ആരംഭിക്കുകയാണ്. ഇത് കേട്ടതായ ജുവാനെ സംബന്ധിച്ചിടത്തോളം താൻ വളരെ ആകാംക്ഷ ഭരിതനായി. താൻ പറഞ്ഞു, ഞാനാണ് ആദ്യം അതിന് തയ്യാറാകുന്നത് എന്ന് താൻ എഴുന്നേറ്റ് നിന്ന് താൻ സാക്ഷ്യം പറയാനിടയായിത്തീർന്നു. അന്നു മുതൽ അവൻ കൊയറിൽ പാട്ടുകാരനായി തീർന്നു. ഇതു മാത്രമല്ല, പ്രാർത്ഥനാ ഗ്രൂപ്പുകളിൽ സജീവമായി പങ്കെടുക്കുകയും പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ നയിക്കുകയും ചെയ്തു. അങ്ങനെ താൻ എല്ലാ കാര്യങ്ങളിലും വളരെ വ്യാപൃതനായി കൂടി ഇരിക്കുന്ന സമയത്താണ് ദൈവം ഇവൻ്റെ ഈ ഉള്ളിൽ ഇരിപ്പ് അഥവാ ഇവൻ്റെ മനോഗതം ദൈവം മനസ്സിലാക്കിയായിരുന്നു. ഇവൻ്റെയോട് ഒരു ത്യാഗം ആവശ്യപ്പെട്ടപ്പോൾ അവൻ പതുക്കെ പിൻവലിയുവാനായിട്ട് തുടങ്ങി. അതായത് കൂട്ടായ്മ കുറഞ്ഞപ്പോൾ അവൻ വല്ലാതെ തളർന്നുപോയി. പിന്നീട് അവൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എങ്കിൽ തന്നെയും അത് മറ്റുള്ളവരുടെ മുൻപാകെ ഞാൻ പുറകോട്ട് പോയിട്ടില്ല എന്ന് വരുത്തി തീർക്കാനുള്ള ചില ബദ്ധപ്പാടുകളായിരുന്നു ജുവാന്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ട് എന്നത്. ആരംഭിക്കാനുള്ള ഉത്സാഹം പിന്നെ തൻ്റെ ജീവിതത്തിൽ കാണുവാനായിട്ട് കഴിയുന്നില്ല എന്ന് പറഞ്ഞത് പ്രകടമാകുന്നില്ല. കാരണം പണി തീരാത്ത ഒരു കെട്ടിടം പോലെ ഈ ജുവാന്റെ ജീവിതം ആകുവാൻ ഇടയായി തീർന്നു. അതായത് ഇന്നും ഇതുപോലെയാണ് പലരും ചെയ്യുന്നത്. ആരംഭം വളരെ ഉത്സാഹത്തോടുകയാണ്. ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നു എന്ന് അത് മറ്റുള്ളവർ 4 പേര് അറിയണമെന്നുള്ള താല്പര്യമല്ലാതെ നിയമപ്രകാരമോ അതായത് അതിൻ്റെ ചിട്ട പ്രകാരമോ ഒന്നും അല്ല ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. നമുക്കറിയാം, അതായത് ഈ അധികം ദിവസങ്ങളായിട്ടില്ല ഡി ബിന്ദു എന്ന സഹോദരി മരണപ്പെടുകയും അതുപോലെ 5 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത് നമുക്കറിയാം. കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ഉള്ളതായ 3 നില പഴക്കം, അതായത് 57 വർഷം പഴക്കമുള്ളതായ 3 നിലയിലുള്ളതായ ആ ശുചിമുറി കെട്ടിടം താഴേക്ക് പതിച്ചതിൻ്റെ ഫലമായിട്ടാണ് ആ സഹോദരി മരണപ്പെടുകയും 5 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത്. 12 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പൊതുമരാമത്ത് വകുപ്പ് ഈ കെട്ടിടം അതായത് അത് അപകടാവസ്ഥയിലാണ് ഉള്ളത് എന്ന് ഉള്ള സൂചന കൊടുത്തിരുന്നു. അതുകൊണ്ട് അത് പൊളിച്ചു നീക്കണം എന്നുള്ള സൂചന കൊടുത്തതാണ്. പക്ഷേ അത് പൊളിച്ചു നീക്കിയില്ല. അത് സ്വൈര്യവിഹാരം അവിടെ ആ ശുചിമുറികളെല്ലാം ഉപയോഗിച്ചുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ് സത്യം. കെട്ടിടം മറിഞ്ഞു വീട് കഴിഞ്ഞപ്പോൾ അതിനകത്തുണ്ടായിരുന്ന ധാരാളം പേരുണ്ടായിരുന്നു. അവരെല്ലാം ഓടി രക്ഷപ്പെട്ടു. എന്നാൽ 5 പേർക്ക് പരിക്കേറ്റു. ഈ ബിന്ദു എന്ന് പറഞ്ഞ സഹോദരി ആ അവശിഷ്ടങ്ങൾക്കിടയിൽ പെടുകയും മരണപ്പെടുകയും ചെയ്തു. എന്നാൽ ഈ അധികാരികളുടെ അലംഭാവമാണ് അവിടെ എത്രത്തോളം നാശം സംഭവിക്കാൻ ഇടയായതിൻ്റെ കാരണം. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഈ അപകടം നടന്ന് 2.5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് അറിയാമോ, അതായത് ഒരു JCB എങ്കിലും ആ അപകട സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് ആ അവശിഷ്ടങ്ങൾ കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ മനുഷ്യജീവൻ ഉണ്ടോ എന്നുള്ളത് തിരയാൻ വേണ്ടി വന്നത്. അപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു. അതോ ഈ JCB വരുന്നത് തന്നെ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ആശുപത്രി കെട്ടിടത്തിൻ്റെ വരാന്തയിലൂടെ കയറ്റി കൊണ്ടുവന്ന് ഓടിച്ചു കൊണ്ടുവന്ന് അതിനുശേഷം കെട്ടിടത്തിൻ്റെ ഭിത്തികൾ ഇടിച്ച് നിരപ്പാക്കിയതിന് ശേഷമാണ് JCBക്ക് അപകട സ്ഥലത്തേക്ക് എത്തുവാൻ കഴിഞ്ഞത്. എത്രയോ ഹീനമായിരിക്കുന്ന ഒരു കാര്യമാണെന്നറിയാമോ അത്? കാരണം എന്താണെന്ന് ചോദിച്ചാൽ നേരത്തെ തന്നെ അതിനുള്ള ക്രമീകരണം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയുള്ളതായ പ്രശ്നങ്ങൾ ഉണ്ടാവുക ഇല്ലായിരുന്നു. കാരണം ഈ തകർന്നുപോയ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ നേരത്തെ നീക്കിയിരുന്നെങ്കിൽ തീർച്ചയായും ആ സഹോദരിയെ നമുക്ക് ജീവനോടെ രക്ഷിക്കുവാനായിട്ട് കഴിയുമായിരുന്നു എന്നുള്ളതാണ് സത്യം. കേരളത്തിലെ വീടുകളും ആശുപത്രികളും അതുപോലെ സ്കൂളുകളും പണിയുന്നതിന് ചില നിയമങ്ങളുണ്ട്. അത് പഞ്ചായത്തിൻ്റെയും മുനിസിപ്പാലിറ്റിയുടെയും കോർപ്പറേഷൻ്റെയും കെട്ടിട നിർമ്മാണ നിയമങ്ങളിൽ ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ന് സാധാരണക്കാരായ ഒരു മനുഷ്യൻ ഒരു 500 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീട് പണിയാനായിട്ട് ചെല്ലുമ്പോഴാണ് നിയമങ്ങളുടെ നൂലാമാലകളിൽപ്പെട്ട് അവിടുന്ന് പണിയാൻ പോലും കഴിയാതെ അവന് നിരുത്സാഹപ്പെടുന്ന വിധത്തിലാണ് വരുന്നത്. അവൻ അതെല്ലാം ചെയ്തു വന്നാൽ തന്നെയും കൈക്കൂലി കൊടുക്കാതെ കാര്യം ഇവിടെ നടക്കുകയില്ല. എന്നാൽ
ശ്രദ്ധിച്ചേ, സത്യത്തിൽ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആശുപത്രി കെട്ടിടം എന്ന് പറഞ്ഞാൽ ദിവസവും ആയിരക്കണക്കിന് ജനങ്ങൾ വന്നു പോകുന്നതാണ്. ആയിരക്കണക്കിന് കിടപ്പ് രോഗികൾ അവിടെ ഉണ്ടാകും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ക്രമീകരണം നടത്തണമെന്നറിയാമോ? അതായത് ഈ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതായ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിക്കാം. ഒന്നാമത് പറഞ്ഞിരിക്കുക, അനുമതി പത്രം അനുസരിച്ച് മാത്രമേ ആശുപത്രി കെട്ടിടം നിർമ്മിക്കാവൂ എന്നാണ്. രണ്ടാമത്, ആശുപത്രികൾക്ക് വേണ്ടി 12 മീറ്റർ റോഡ് ഫ്രണ്ടേജ് ആവശ്യമാണ് എന്നാണ്. മൂന്നാമത് കാണുന്നത്, അതിന് ഇടയിൽ 2 കെട്ടിടങ്ങൾക്ക് ഇടയിൽ വേറെ ചെറു കെട്ടിടങ്ങൾ പാടില്ല എന്നും അനുശാസിക്കുന്നുണ്ട്. തീപിടുത്തമോ അപകടങ്ങളോ ഉണ്ടായാൽ അവിടേക്ക് ആംബുലൻസ്, ഫയർ എഞ്ചിൻ തുടങ്ങിയതായ വാഹനങ്ങൾ അവിടേക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടി 2 കെട്ടിടങ്ങൾക്കിടയിൽ 3 മുതൽ 6 വരെ മീറ്റർ വീതിയിൽ വഴിയുണ്ടാകണമെന്നും നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇതൊക്കെ കാറ്റിൽ പറത്തിയാണ് നമ്മുടെ പല കെട്ടിടങ്ങളുടെയും നിർമ്മാണം എന്നുള്ള കാര്യം സത്യമാണ്. ഇന്ന് കേരളത്തിലെ 134 ആശുപത്രികളിൽ 225 കെട്ടിടങ്ങൾ അപകടാവസ്ഥയിലാണ് എന്ന് ആരോഗ്യ വകുപ്പിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇതിൽ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകൾ, താലൂക്ക്, ജില്ലാ ആശുപത്രികൾ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം പ്രത്യേകം നാം ശ്രദ്ധിക്കുക. അപ്പോൾ മെഡിക്കൽ കോളേജുകളും അപകടാവസ്ഥയായതായ മെഡിക്കൽ കോളേജ് കെട്ടിടങ്ങളും കൂടെ വരികയാണെങ്കിൽ എത്രയോ ഭീമമായിരിക്കും ആ സംഖ്യ എന്നുള്ള കാര്യം മറന്നു പോകാതിരിക്കുക. ഇനി ഒരാളുടെ പ്രാണൻ പോലും ഇങ്ങനെ പൊലിയുവാൻ ഇടയാകരുത്. അതിനുവേണ്ടി അധികാരികളുടെ ഒക്കെ അധികൃതരെ കണ്ണു തുറക്കേണ്ട സമയം അതിക്രമിച്ചു എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. നിർമ്മാണ പ്രവൃത്തികളെക്കുറിച്ച് വിശുദ്ധ ബൈബിളിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ താല്പര്യപ്പെടുക. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അതിന് 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നാം പരിശോധിക്കുമ്പോൾ നോഹയുടെ പെട്ടകം വെള്ളത്തിൽ സഞ്ചരിക്കുന്ന ഒരു പടുകൂറ്റൻ 3 നില ബിൽഡിംഗ് ആയിരുന്നു എന്ന് കാണാൻ കഴിയും. അതായത് ദൈവം നോഹയോട് പറഞ്ഞതുപോലെ 300 മുഴം നീളവും 50 മുഴം വീതിയും 30 മുഴം ഉയരവുമുള്ളതായ ഒരു ഭീമാകാരമായിരുന്ന ഒരു കെട്ടിടമായിരുന്നു എവിടെയെന്നറിയാമോ? വെള്ളത്തിൽ അതായത് സഞ്ചരിച്ചുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമുക്ക് കാണാൻ കഴിയുന്നത് അതിന് ഇന്നത്തെ ഈ സാങ്കേതിക വിദ്യകളൊന്നും ഇല്ലാത്ത സമയത്ത് ഗോഫർ മരം കൊണ്ടായിരുന്നു ഇതിൻ്റെ നിർമ്മിതി ഉണ്ടായിരുന്നത്. അതിൽ ഉള്ളിലുള്ളതായ ജീവജാലങ്ങൾ, അതുപോലെ മനുഷ്യർ, ഇവർക്കെല്ലാം സുരക്ഷയും ഒരുക്കിയിരുന്നുള്ള കാര്യം മറന്നു പോകരുത്. അതായത് 40 രാവും 40 പകലും ഒരുപോലെ തുടർച്ചയായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. വെള്ളം പൊങ്ങി, കൊടുമുടിയുടെ മുകളിൽ പോലും 15 മുഴം വെള്ളം പൊങ്ങിയെന്നാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത്രയധികം വലിയ ജലപ്രളയം ഉണ്ടായ സമയമാണ്. അതിൽ പോലും ഒരു മനുഷ്യ ജീവനോ ഒരു മൃഗത്തിനോ അല്ലെങ്കിൽ ആ വാഹനത്തിനോ അഥവാ ആ പെട്ടകത്തിനോ ഒരു തകരാറ് പോലും സംഭവിച്ചില്ല എന്ന് നമുക്ക് കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സാങ്കേതിക വിദ്യകൾ ഒന്നുമില്ലാത്ത സമയത്താണ് ഇതിന് നിർമ്മിതി നടന്നതെന്നുള്ള കാര്യം മറക്കാതിരിക്കുക. ആകയാൽ ദൈവത്തെ കൂടാതെ, ദൈവത്തിൽ ആശ്രയിക്കാതെ എന്ത് പ്രവൃത്തി ചെയ്താലും അതെല്ലാം എങ്ങനെയും അത് നശ്വരമായി തീരുമെന്നുള്ളതിന് സംശയമില്ലാത്ത കാര്യമാണ്. അതുപോലെ തന്നെ 1 രാജാക്കന്മാരുടെ പുസ്തകം 6-7 അധ്യായങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ കാണുന്നത് ശലോമോൻ നിർമ്മിച്ച ദൈവാലയ കെട്ടിടം വളരെ സൂക്ഷ്മതയോടെയാണ് പണിതെന്ന് കാണാൻ കഴിയുന്നുണ്ട്. വസ്തുക്കളും അളവുകളും എല്ലാം ദൈവം വെളിപ്പെടുത്തിയതുപോലെയാണ് ശലോമോൻ ചെയ്തത്. അതിൻ്റെ സൗന്ദര്യവും അതിൻ്റെ ഉറപ്പും അതിൻ്റെ ദീർഘകാലം നിലനിൽക്കുന്നതിനുള്ള ഘടന ഇവയെല്ലാം ദൈവത്തിൽ ആശ്രയിച്ച് ചെയ്തതുകൊണ്ട് അത് വളരെ കാലം അത് നിലനിന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഇന്ന് നമ്മൾ കാണുന്നത് എന്താ പറയുക, ഇത്രയധികം സാങ്കേതിക വിദ്യകൾ, ഇത്രയധികം എല്ലാ വസ്തുക്കൾ എല്ലാം ഉണ്ടായിട്ട് പോലും എന്താ സംഭവിക്കുന്നത്? ഇത്രയധികം ശക്തന്മാരായ എഞ്ചിനീയേഴ്സൊക്കെ ഉണ്ടായിട്ട് പോലും ഇത്രയധികം കോൺക്രീറ്റ്, അതുപോലെ തന്നെ അതിനുള്ള കമ്പികൾ, അതിന് ബലപ്പെടുന്ന സിമെൻറ്റ്, അതിനുള്ള മെറ്റൽ, ഇതെല്ലാം നമുക്ക് സുലഭമായിട്ട് പോലും ഇന്ന് പണിത് 1 വർഷം തികയുന്നതിന് മുമ്പ് നമ്മുടെ പാലങ്ങൾ പലതും തകരുകയാണ്, പല കെട്ടിടങ്ങളും തകർന്നുകൊണ്ടേയിരിക്കുകയാണ്, പല റോഡുകളും തകർന്നുകൊണ്ടേയിരിക്കുകയാണ്. അനുദിനം നമ്മൾ ഇത് കേട്ടുകൊണ്ടേയിരിക്കുന്നു. ആകയാൽ ശ്രദ്ധിക്കുക, ദൈവത്തെ കൂടാതെയുള്ള മനുഷ്യ നിന്റെ പണികൾ മുഴുവൻ വൃഥാവിലാകും. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുക. നിന്റെ അഹങ്കാരവും നിന്റെ നികളവും നിന്റെ ഈ ധാർഷ്ട്യവും മാറ്റിവെച്ചിട്ട് ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോയാൽ നീ ചെയ്യുന്ന പ്രവൃത്തികൾ ശുഭകരമാകുമെന്നുള്ളതിന് സംശയമില്ല. അതുകൊണ്ട് നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയുമായിട്ട് കൂടിക്കാണുന്നവരെയും കർത്താവ് നമ്മളെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
ഈ സന്ദേശം ശ്രവിച്ച ഏവർക്കും നന്ദി അറിയിക്കുന്നു.